ഞാൻ മനസ്സിലാക്കുന്നത് ഹൈക്കോടതിക്ക് SIT കൊടുക്കുന്ന റിപ്പോർട്ടിൽ പോലും ഇത് സംബന്ധിച്ചുള്ള ചില സൂചനകളുണ്ട്. അപ്പൊ അതുകൊണ്ട് അന്വേഷണം അട്ടിമറിക്കാനുള്ള ശ്രമത്തിൽ നിന്ന് SIT പിന്മാറണം, സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങരുത്, തുടരന്വേഷണം ഉണ്ടാവണം. ആ കാലഘട്ടത്തിലെ ദേവസ്വം വകുപ്പിന്റെ ചുമതല വഹിച്ചിരുന്ന മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്യാൻ SIT തയ്യാറാവണം. എങ്കിലേ ഇതിന്റെ പിന്നാമ്പുറങ്ങളെല്ലാം വെളിച്ചത്ത് കൊണ്ടുവരാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ഇതിന്റെ പുറകിൽ ആരെല്ലാം പ്രവർത്തിച്ചു? ഒരു വലിയ ആസൂത്രിതമായ ഒരു ഗൂഢാലോചന ഇതിന്റെ പുറകിലുണ്ട്. ആ ഗൂഢാലോചന മുഴുവൻ പുറത്തു വരണമെങ്കിൽ അത്തരമൊരു അന്വേഷണം ഉണ്ടാകണം എന്നുള്ളതാണ് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുന്നത്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ശബരിമല സ്വർണ്ണക്കൊള്ള രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസ് വെച്ച് പ്രതിരോധിക്കാൻ വേണ്ടി CPM ശ്രമിച്ചാൽ അത് വിലപ്പോവുകയില്ല. അതിനാണ് CPM ഇപ്പൊ ആഗ്രഹിക്കുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ളയെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഈ കേസുമായിട്ട്, പീഡന കേസുമായിട്ട് ബന്ധപ്പെടുത്തി കഴിഞ്ഞാൽ തൽക്കാലം അത് മാഞ്ഞു പോകും എന്നൊരു വിശ്വാസത്തിലാണ് CPM. രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസ് ഒരു പുതിയ സംഭവം അല്ലാത്തത് കൊണ്ട് ശബരിമല കൊള്ള അതിന്റെ പേരിൽ തടയാൻ വേണ്ടി ഏതായാലും സാധിക്കില്ല. അങ്ങനെ ശ്രമം CPM നടത്തുന്നത്. ആ ശ്രമം വിലപ്പോവില്ല. ഈ അന്വേഷണം മുമ്പോട്ട് കൊണ്ടുപോകണം. ഞങ്ങൾ ഈ ക്യാമ്പയിനിങ്ങിൽ വികസനത്തോടൊപ്പം വിശ്വാസവും ജനങ്ങളുടെ അവകാശമാണ് എന്ന മുദ്രാവാക്യം ഞങ്ങൾ ഈ ക്യാമ്പയിന്റെ ഭാഗമായി ഉയർത്തിപ്പിടിക്കുന്നുണ്ട്. അതിൽ കേരളത്തിന്റെ വികസനത്തോടൊപ്പം കേരളത്തിലെ ദേവസ്വം ബോർഡുകൾക്ക് കീഴിൽ നടക്കുന്ന കോടിക്കണക്കിന് രൂപയുടെ കൊള്ളകൾ, അത് ശബരിമലയിൽ മാത്രമല്ല, ശബരിമല തൊട്ട് എല്ലാ ദേവസ്വം ബോർഡിന്റെയും കീഴിൽ, തിരുവിതാംകൂർ ദേവസ്വം ബോർഡും കൊച്ചി ദേവസ്വം ബോർഡും മലബാർ ദേവസ്വം ബോർഡിന്റെയും കീഴിൽ നടക്കുന്ന വലിയ കൊള്ളയെക്കുറിച്ച് അതിന്റെ ധാരാളം വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ട്. അതെല്ലാം തന്നെ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ക്യാമ്പയിന്റെ ഭാഗമായി, ഹൗസ് ടു ഹൗസ് ക്യാമ്പയിന്റെ ഭാഗമായി ഞങ്ങൾ ജനങ്ങളുടെ ഭാഗം അവതരിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇത് തടയിടാൻ CPM ശ്രമിച്ചാൽ ആ ശ്രമത്തിന് കോൺഗ്രസ് കൂട്ടുനിന്നാലും അത് വിലപ്പോവുകയില്ല. കേരളത്തിലെ ജനങ്ങളുടെ വികസനവും വിശ്വാസവും അവരുടെ അവകാശമാണ് എന്ന ആശയം ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള ക്യാമ്പയിനിങ്ങിനാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഭാരതീയ ജനതാ പാർട്ടി പ്രധാനമായിട്ട് മുമ്പോട്ട് വെക്കുന്നത്. അതാണ് ഞാൻ സൂചിപ്പിച്ചത്. പത്മകുമാറിൽ അന്വേഷണം അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ ശ്രമത്തിന് SIT കൂട്ടുനിൽക്കരുത്. SIT ഹൈക്കോടതി മോണിറ്റർ ചെയ്യുന്ന ഒരു അന്വേഷണ ഏജൻസിയാണ്. കാരണം പത്മകുമാറിൽ അവസാനിപ്പിച്ചാൽ പത്മകുമാറിന്റെ മൊഴിയുണ്ടല്ലോ. ആ പത്മകുമാറിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ വീണ്ടും N വാസുവിന്റെയും സുധീഷ് കുമാറിന്റെയും മൊഴിയുടെ അടിസ്ഥാനത്തിലാണല്ലോ പത്മകുമാറിനെ ചോദ്യം ചെയ്തിട്ടുള്ളത്. അപ്പൊ പത്മകുമാറിന്റെ മൊഴി അടിസ്ഥാനത്തിൽ എന്തുകൊണ്ടാണ് കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്യാത്തത്? ചോദ്യം ചെയ്താലല്ലേ കാര്യങ്ങൾ മനസ്സിലാവുകയുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഹൈക്കോടതി റിപ്പോർട്ട് കൊടുക്കുന്ന സമയത്ത് അന്വേഷണം അവസാനിപ്പിക്കാനുള്ള അതിൽ ശ്രമമുണ്ടെങ്കിൽ ഞങ്ങൾ അതിനെ ചോദ്യം ചെയ്യും. ഞങ്ങൾ നിയമപരമായിട്ടും ചോദ്യം ചെയ്യും, അല്ലാത്ത രീതിയിലും ചോദ്യം ചെയ്യും. ശബരിമല വിഷയം താങ്കൾ ഉയർത്തുമ്പോഴും ഈ പറഞ്ഞ രാഹുൽ മാങ്കൂട്ടത്തിനെ ഈ ഒരു വലിയ കേസിനെ അതിനെ ന്യായീകരിക്കുകയാണ്, അല്ലെങ്കിൽ അതിനെ കണ്ടില്ലെന്ന് നടത്താനുള്ള താങ്കളുടെയും BJPയുടെയും പാർട്ടിയുടെ ഒരു നിലപാട് എങ്ങനെയാണ്? അല്ല, രാഹുൽ മാങ്കൂട്ടത്തിലെ കേസ് ചെറിയ കേസാക്കി മാറ്റിയത് ഞങ്ങളല്ലല്ലോ. രാഹുൽ മാങ്കൂട്ടത്തിലെ കേസ് എന്ന് പറഞ്ഞാൽ CPMഉം കോൺഗ്രസും തമ്മിലുള്ള ധാരണയാണ്. ഞാൻ ചോദിക്കട്ടെ, ഇപ്പോ രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ വിഷയത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ട് ചില ഓഡിയോ ക്ലിപ്പുകൾ വന്നു, വാട്സപ്പ് ചാറ്റുകളെ മെസ്സേജ് വന്നു, സ്ത്രീകളെ മോശമായിട്ട് ഉപയോഗിച്ചു, പീഡിപ്പിച്ചു, നിർബന്ധിത ഗർഭഛിദ്രത്തിന് വിധേയമാക്കി. ഇതെല്ലാം നേരത്തെ വന്നിട്ടുണ്ടല്ലോ. എന്തുകൊണ്ടാണ് അന്ന് കേസെടുക്കാതിരുന്നത്? പരാതിയുടെ ആവശ്യമൊന്നുമില്ല. നമ്മുടെ നിയമമനുസരിച്ച് എല്ലാ കേസുകളിലും വാദി നേരിട്ട് വന്ന്, പരാതിക്കാർ നേരിട്ട് വന്ന് പരാതി പറയേണ്ട ആവശ്യമില്ല. പോലീസിന് ബോധ്യമായി കഴിഞ്ഞാൽ, സാഹചര്യ തെളിവിന്റെ അടിസ്ഥാനത്തിൽ പോലീസിന് ബോധ്യമായി കഴിഞ്ഞാൽ ഒരു FIR ഇട്ട് അറസ്റ്റ് ചെയ്യാം. രാഹുൽ മാങ്കൂട്ടത്തിലെ അറസ്റ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള തെളിവുകളൊക്കെ നേരത്തെ കിട്ടിയിട്ടുണ്ട്. പരാതി പറയേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോ ആ സമയത്തൊന്നും അറസ്റ്റ് ചെയ്തില്ല. ഇത്രയും ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ വന്നിട്ട് അന്നൊന്നും
സ്വമേധയാ പോലീസിന് കേസെടുക്കാം. അങ്ങനെ എത്രയോ സംഭവങ്ങൾ കേരളത്തിലുണ്ട്, നമ്മുടെ മുന്നിൽ എത്രയോ ഉണ്ട്. പോലീസിന് സ്വമേധയാ കേസെടുക്കാം. എന്തുകൊണ്ടാണ് ഈ നിമിഷം വരെ ഈ പരാതി നേരിട്ട് വന്ന് പറയുന്ന നിമിഷം വരെ സ്വമേധയാ കേസെടുക്കാതിരുന്നത്? അതെന്ത് ധാരണയാണ്? ഒന്ന്. രണ്ടാമത്, ഇനി കേസെടുത്തു. രാഹുൽ മാങ്കൂട്ടത്തിൽ വീരപ്പനൊന്നുമല്ലല്ലോ. കേരള പോലീസിന് അദ്ദേഹം രാജ്യം വിട്ടു പോയിട്ടില്ലല്ലോ. 4 ദിവസമായിട്ട് കേരള പോലീസ് രാഹുൽ മാങ്കൂട്ടത്തിനെ അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ വിശ്വസിക്കാൻ അത്ര എളുപ്പത്തിൽ വിശ്വസിക്കുന്നു. കേരള പോലീസിന് രാഹുൽ മാങ്കൂട്ടത്തിനെ കണ്ടുപിടിക്കാൻ സാധിക്കുന്നില്ല. എന്തിനാണ് ഈ മുൻകൂർ ജാമ്യ ഹർജി കോടതിയിൽ എത്തുന്നവരെ അറസ്റ്റ് ചെയ്യേണ്ടതില്ല എന്ന് ആരുടെ തീരുമാനമാണ്? രാഹുൽ മാങ്കൂട്ടത്തിനെ കണ്ടെത്താത്തത് കൊണ്ടൊന്നുമില്ല. അദ്ദേഹം എവിടെയാണ് ഉള്ളത് എന്ന് പോലീസ് നന്നായിട്ട് അറിയാം. പക്ഷേ മുൻകൂർ ജാമ്യ ഹർജി കോടതിയിലെത്തുന്നവരെ അവിടെ കിടക്കട്ടെ, അതാണ് തീരുമാനം. അതിങ്ങനെ എയറിൽ നിർത്തുകയാണ്. ഈ പെൺകുട്ടികൾക്ക്, സ്ത്രീകൾക്ക് നീതി വാങ്ങിക്കൊടുക്കാനാണെങ്കിൽ അറസ്റ്റ് ചെയ്ത് അദ്ദേഹത്തെ ജയിലിലടക്കണം, കേസ് അന്വേഷിക്കണം, അദ്ദേഹത്തെ സഹായിച്ചത് ആരൊക്കെയാണ് എന്ന് ബോധ്യപ്പെടണം. ഇനി രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ കിടക്കട്ടെ, അദ്ദേഹത്തെ സഹായിച്ച ഒരു കോൺഗ്രസ്സുകാരുണ്ടല്ലോ, എന്നാൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത്? അദ്ദേഹം ഒളിവിലാണ്, അദ്ദേഹം എസ്കോർട്ടിംഗ് ആണ്. ഒളിവിലാണെന്നാണ് പറയുന്നത്. പക്ഷെ ഇവരെല്ലാവരും കേരളത്തിലുണ്ട്. പാലക്കാട് നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു കാറിൽ തിരുവനന്തപുരത്ത് വന്ന് മഞ്ജു ഒരു വക്കീലിനെ കണ്ട് തിരിച്ചു പോകുന്നവരെ കേരള പോലീസ് എന്താ ഉറങ്ങുകയായിരുന്നു? ഇതൊക്കെ ആരോട് പറയാനാ? അപ്പൊ അതുകൊണ്ട് പോലീസിന് അറിയാം, CPM എല്ലാവർക്കും അറിയാം. പക്ഷേ ഒരു ധാരണയുടെ പുറത്ത് അറസ്റ്റ് ചെയ്യാതിരിക്കുക. അതുകൊണ്ടാണ് ഞാൻ ഇതൊരു നാടകമാണ്. ആ നാടകം ഈ ഇരയായിട്ടുള്ള പെൺകുട്ടികൾക്ക് നീതി ലഭ്യമാക്കി കൊടുക്കുക എന്നുള്ളതായിരുന്നു കേരളത്തിലെ സർക്കാരിന്റെ ആഗ്രഹമെങ്കിൽ നേരത്തെ ആവേണ്ടതായിരുന്നു. ഇപ്പോഴും ഈ കേസ് ഗൗരവത്തോടു കൂടിയല്ല പോലീസ് അന്വേഷിക്കുന്നത്. ഗൗരവത്തോടു കൂടിയാണ് പോലീസ് അന്വേഷിക്കുന്നതെങ്കിൽ പരാതി കൊടുത്തതിന്റെ പിറ്റേ ദിവസം അറസ്റ്റ് ചെയ്യുമായിരുന്നു. മുഖ്യമന്ത്രി ഓഫീസിൽ ഈ യുവതി പരാതി കൊടുക്കുന്ന സന്ദർഭത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് ജില്ലയിലെ കണ്ണാടി പഞ്ചായത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടി പങ്കെടുക്കുകയാണെന്ന് എല്ലാവർക്കും അറിയാം. ആ പ്രചരണ പരിപാടി പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന സന്ദർഭത്താണ് സ്ക്രോളിംഗ് വാർത്ത പോകുന്നത്. പോലീസിന് അറിയില്ലേ രാഹുൽ മാങ്കൂട്ടത്തിൽ കണ്ണാടി പഞ്ചായത്തിലുണ്ടെന്ന്? അപ്പൊ അവിടുന്ന് ഈ രക്ഷപ്പെട്ടു പോകാൻ പോലീസ് അനുവദിച്ചത് പരാതി കൊടുത്താൽ? പരാതി കൊടുത്ത ഒരു മണിക്കൂറിനകം ADGPക്ക് പരാതി കൈമാറിയല്ലോ.